ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മതാധ്യാപകരുടെ പരീക്ഷ ഏറ്റവും അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി അധിക ദിവസങ്ങളില്ല. എല്ലാവരും നന്നായി ഒരുങ്ങിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഏതാണ്ട് 6 എപ്പിസോഡുകൾ പൂർണ്ണമായി കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പ്രവേശക കുദാശകളായ മാമോദീസായും സ്ഥൈര്യലേപനവും. ഇന്ന് നാം കാണാൻ പോകുന്നത് കുദാശകളുടെ കുദാശ എന്നറിയപ്പെടുന്ന, ജീവന്റെ നീർച്ചാൽ എന്നറിയപ്പെടുന്ന എല്ലാ ആരാധനാക്രമങ്ങളുടെയും സ്ഥിരാകേന്ദ്രമായ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ക്രിസ്തു എന്തിന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു? വിശുദ്ധ കുർബാന സഭയുടെ ആരാധനാക്രമങ്ങളുടെ കേന്ദ്രവും അത്യുച്ച സ്ഥാനത്തുമാണ്. ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. വിശുദ്ധ കുർബാന ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു? വിശുദ്ധ കുർബാന, രക്ഷാകര പദ്ധതിയിൽ എന്നിവയാണ് പ്രധാനമായും ഈ ക്ലാസ്സിൽ നാം കാണാൻ പോകുന്നത്. പേജ് നമ്പർ 346 മുതൽ 355 വരെയും പാരഗ്രാഫ് 1322 മുതൽ 1355 വരെയുമാണ് ഇന്ന് നാം വിചിന്തന വിഷയമാക്കുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ പാഠ്യവിഷയങ്ങൾ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിനു മുമ്പേ യേശു അറിഞ്ഞിരുന്നു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. കാലത്തിൻ്റെ അവസാനം വരെ നമ്മോടൊപ്പമായിരിക്കുവാൻ, നമ്മെ അനാഥരായി വിട്ടുകളയാതിരിക്കുവാൻ, നമ്മോടൊപ്പമായിരിക്കുവാൻ അവൻ അപ്പമായി തീർന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ക്രിസ്തു കുർബാന സ്ഥാപിച്ചത് എന്തിന്? താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, അന്ത്യ അത്താഴവേളയിൽ തൻ്റെ തിരുശരീര രക്തങ്ങളുടെ യാഗമായ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. തൻ്റെ കുരിശിലെ ബലി താൻ വീണ്ടും വരുന്നതുവരെ എല്ലാ യുഗങ്ങളിലും ശാശ്വതമായി തുടർന്നു കൊണ്ടു പോകുന്നതിനും, തൻ്റെ പ്രിയ മണവാട്ടിയായ സഭയ്ക്ക് തൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഒരു സ്മാരകം ഏൽപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണ് ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഐക്യത്തിൻ്റെ കുദാശയാണ്, സ്നേഹത്തിൻ്റെ കുദാശയാണ്, ഉപവയുടെ ബന്ധമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന പെസഹ വിരുന്നുമാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു നമുക്ക് ഭോജനമായി തീരുന്നു. നമ്മുടെ മനസ്സ് കൃപാവരം കൊണ്ട് നിറയുന്നു. ഭാവി മഹത്വത്തിൻ്റെ അച്ചാരം നമുക്ക് നൽകപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാന സഭാജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രവും അത്യുച്ച സ്ഥാനത്തുമാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാനം. കാരണം മറ്റെല്ലാ കുദാശകളും സഭയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തന മേഖലകളും വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും ക്രിസ്തുവാകുന്ന പെസഹായിൽ, വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു. പരിശുദ്ധ കുർബാന അതിൻ്റെ ശ്രേഷ്ഠതയാലും പരിശുദ്ധിയാലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. പ്രധാനമായും 9 പേരുകളിൽ അറിയപ്പെടുന്നു. 1. കൃതജ്ഞതാ സ്തോത്രം. 2. കർത്താവിൻ്റെ അത്താഴം. 3. അപ്പം മുറിക്കൽ. 4. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മരണ. 5. വിശുദ്ധ ബലി. 6. വിശുദ്ധവും ദൈവികവുമായ ആരാധന. 7. വിശുദ്ധ കൂട്ടായ്മ. 8. ദിവ്യപ്രേഷണം. 9. വിശുദ്ധ ബലി. വിശ്വാസികളെ അനുദിന ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റുവാൻ പറഞ്ഞയക്കുന്ന കുദാശയാണ് വിശുദ്ധ കുർബാന. ഈശോ ശിഷ്യന്മാരോടൊപ്പം പെസഹ ഭക്ഷിച്ചതിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി. അതിനാൽ നന്ദി പ്രകാശനവുമാണ് വിശുദ്ധ കുർബാന എന്ന കുദാശയിലൂടെ നാം ആഘോഷിക്കപ്പെടുക. ഉദ്ധിതനായ ക്രിസ്തുവിനെ ശിഷ്യന്മാരെല്ലാവരും ഭയന്നിരുന്നപ്പോൾ അവൻ അപ്പം മുറിച്ചപ്പോൾ അപ്പത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞു. അപ്പം മുറിക്കൽ ശുശ്രൂഷ ആദിമ സമൂഹത്തിൽ തന്നെ നമുക്ക് ദർശിക്കാവുന്നതാണ്. ദിവ്യപൂജ, അതിൻ്റെ ശ്രേഷ്ഠതയും പരിശുദ്ധിയും പരിഭാവനയും എത്ര വലുതാണെന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നാം ഓരോരുത്തരും വിശുദ്ധ കുർബാനയിൽ ഭയഭക്തിയോടെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമായി തീരും.
വിശുദ്ധ കുർബാന രക്ഷാകര പദ്ധതിയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അടയാളങ്ങൾ. രക്ഷാകര ചരിത്രത്തിൽ എങ്ങനെ ഇവ കാണപ്പെടുന്നു? വിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ഘടകങ്ങളാണ് അപ്പവും വീഞ്ഞും. മനുഷ്യപ്രയത്നത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയെടുത്ത ഗോതമ്പപ്പവും മുന്തിരിയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത വീഞ്ഞും മനുഷ്യപ്രയത്നത്തിൻ്റെ ഫലങ്ങളാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണം എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വഴിയും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ള പ്രാർത്ഥന വഴിയുമാണ് ഗോതമ്പപ്പവും മുന്തിരിയുടെ വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നത്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന രാജാവും പുരോഹിതനുമായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കാഴ്ചവെച്ച് ദൈവത്തിന് കൃതജ്ഞത പറയുന്ന സഭയുടെ പ്രതീകമാണ്. പുറപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ പുളിപ്പില്ലാത്ത അപ്പം വിമോചനത്തെ അനുസ്മരിപ്പിക്കുന്നു. മരുഭൂമിയിലെ മന്ന അവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവവചനത്തെയും അവരുടെ അന്നന്നത്തെ അപ്പം ദൈവം നൽകിയ വാഗ്ദാന ദേശത്തെയും സൂചിപ്പിക്കുന്നു. പെസഹ ഭക്ഷണത്തിൻ്റെ അവസാനത്തിലുള്ള ആശീർവാദത്തിൻ്റെ കാസ ജെറുസലേമിൻ്റെ പുനരുത്ഥാനത്തെയും മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയെയും അനുസ്മരിപ്പിക്കുന്നു. അപ്പം വർദ്ധിപ്പിച്ച് ആശീർവദിച്ച് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിയത് ദിവ്യകാരുണ്യമാകുന്ന ഏക അപ്പത്തിൻ്റെ സമൃദ്ധിയെ സൂചിപ്പിക്കാനാണ്. ഈശോ നൽകിയ ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്. ഈ വെള്ളം വീഞ്ഞാക്കിയ അടയാളം യേശുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മോടെല്ലാവരോടും പറയുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. തൻ്റെ വാക്കുകളും തൻ്റെ പ്രവൃത്തികളും തൻ്റെ പ്രത്യാഗമനം വരെ ആവർത്തിക്കണമെന്ന് യേശു കൽപ്പിച്ചു. അപ്പോസ്തലന്മാരും അവരുടെ പിൻഗാമികളും നിർവഹിക്കേണ്ട ആരാധനാക്രമപരമായ ഒരു അനുസ്മരണ ആഘോഷമാണിത്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അനന്തരം പാനപാത്രം എടുത്ത് ഈശോ പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെയെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന്. പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യത്തിൽ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ വചനം ഇന്ന് ഓരോ പുരോഹിതനിലൂടെയും ഈശോ തന്നെ നമ്മോട് പറയുകയാണ്, എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയുടെ 2 അടിസ്ഥാന ഭാഗങ്ങൾ. അവ എന്ത് ഉൾക്കൊള്ളുന്നു? 1 വചന ശുശ്രൂഷ, 2 സ്തോത്രയാഗ ശുശ്രൂഷ. വചന ശുശ്രൂഷയിൽ പ്രധാനമായും നാം കാണുന്നത് വിശുദ്ധ ഗ്രന്ഥ വായനകൾ, പഴയ നിയമം, ലേഖനഭാഗം, സുവിശേഷം എന്നിവ. തുടർന്ന് ഓരോ കുർബാനയിലെയും പ്രധാന കാർമ്മികൻ യേശു തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. അതിനുശേഷം കാറോസൂസ പ്രാർത്ഥനകൾ, സാർവത്രിക പ്രാർത്ഥനകൾ എന്നിവ വചന ശുശ്രൂഷയിൽ ഉൾക്കൊള്ളുന്നു. 2ാമതായി സ്തോത്രയാഗ ശുശ്രൂഷ, അപ്പവും വീഞ്ഞിൻ്റെയും സമർപ്പണം, കൂദാശ ഭാഗം അതായത് അനാഫറ, ഏറ്റവും പ്രധാനമായ ദിവ്യകാരുണ്യ സ്വീകരണം എന്നിവയാണ് കുർബാനയുടെ ഘടനയുടെ പ്രധാനമായ 2 ഭാഗങ്ങൾ. ഇക്കഴിഞ്ഞ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശുദ്ധ കുർബാന എന്ന ജീവന്റെ നീർച്ചാലായ വിശുദ്ധിയുടെ ദ്രാക്ഷാരസമായ വിശുദ്ധ കുർബാനയെ നാം ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുകയായിരുന്നു. എന്തിനാണ് ക്രിസ്തു കുർബാന സ്ഥാപിച്ചത്? കുർബാനയുടെ സ്ഥാപനവും അതുപോലെ വിശുദ്ധ കുർബാന ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു? വിശുദ്ധ കുർബാന സഭയുടെ സ്ഥിരാകേന്ദ്രവും അത്യുച്ച സ്ഥാനത്തുമാണ്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അടയാളങ്ങൾ, വിശുദ്ധ കുർബാനയുടെ ഘടനാപരമായ 2 ഭാഗങ്ങൾ എന്നിവയാണ് ഈ സമയത്തിനുള്ളിൽ നാം നോക്കി കണ്ടത്. എല്ലാവരും വിശുദ്ധ കുർബാനയെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവല്ലോ. നമുക്കൊരുമിച്ച് പറയാം, പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.